ഞാൻ ചിക്കൻ ഡോണറ്റ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് വിചാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ ഞാൻ ഒരു 1/2 കിലോ 2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറുതായി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ കൂടെ അരയ്ക്കാനാണ് ചെറുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഗാർലിക് ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ 4 വലിയ മുളക് എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് വേപ്പല എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടി ഉപ്പ് പാകത്തിന് ചേർക്കണം. പിന്നെ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ചേർക്കണം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ മീറ്റ് മസാല 1 ടീസ്പൂണ്. പിന്നെ 2 മുട്ടയുടെ റെഡ് മാത്രം, വൈറ്റ് ഇല്ല. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും ഉണ്ട്. പിന്നെ ഇവിടെ ലാസ്റ്റ് വറക്കാൻ ബ്രെഡ് ക്രംസ്, 2 മുട്ടയുടെ ഫുള്ള് ഓയിൽ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ ചിക്കൻ്റെ പീസസ് ഇടാം. അതിൻ്റെ കൂടെ ചെറുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, വേപ്പില, മല്ലിയില ഇടുന്നവരുണ്ട്. വേപ്പിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ചിക്കൻ മസാല, ഗരം മസാല, ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് അത് ചേർക്കണം. പിന്നെ 2 മുട്ടയുടെ വൈറ്റ് മാറ്റിയിട്ട് മഞ്ഞക്കരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇത് ടീസ്പൂണാണ്. 4 ടീസ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാം. നടുക്ക് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ ഒരു ഹോൾ ഇടുക. 2 ഭാഗത്തും ഹോൾ നല്ല ക്ലിയർ ആയിട്ട് വേണം. ഞാൻ ഇലയിലെ ഓയിൽ തൂക്കിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് ഞാൻ ഷേപ്പാക്കിയെടുത്തു. എനിക്കൊരു 16 എണ്ണം കിട്ടി അതിന്. ഇനി ഞാനത് 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കട്ടെ. 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഇതിനൊരു ബലം കിട്ടും. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയിൽ മുക്കി, മുട്ട 2 കൂടി മിക്സ് ആണ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ ഷാലോ ഫ്രൈക്കല്ല, ഒന്ന് പകുതി ഭാഗമെങ്കിലും മുങ്ങണ തരത്തിൽ നമുക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ നന്നായി ചൂടാക്കി ഇടുക. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉള്ളു നന്നായി വേവണ പോലെ നമ്മൾ എടുക്കണം. തീ കൂട്ടി ഇടരുത്. ആദ്യം ചൂടാക്കണം. ഇട്ട് തുടങ്ങുമ്പോൾ
നമ്മൾ തീ കുറയ്ക്കണം. നമ്മൾ ചിക്കൻ ഡോണറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ നല്ല ഇതായിട്ടുണ്ട്, നന്നായി പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സോസ് ചേർത്തിട്ടാണ് അത് കഴിക്കുക. ഞാൻ ഡോണറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ സോസ് ചേർത്തിട്ടാണ് കഴിക്കണേ. ഡോണറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അതുണ്ടാക്കി എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തി എല്ലാവരും എൻ്റെ വീഡിയോസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യഥാസമയം കാണാൻ സാധിക്കും.